آله وصحبه أجمعين أما بعد ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും കടപ്പെട്ട ഉസ്താദുമാർ, സാദാത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, മറ്റു നാട്ടുകാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ ഹബീബുന മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ ആഘോഷവേളയിലാണ്. ഇവിടെ ഒരു ഭാഷണത്തിനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതാനും ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. أن حرمة النبي صلى الله عليه وسلم بعد موته وتوقيره وتعظيمه لازمنا. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. റസൂലുള്ളാഹിനെ ആദരിക്കലും ബഹുമാനിക്കലും നിർബന്ധമാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹിനെ ആദരിക്കേണ്ടത്? കമാ കാന ഹാല ഹയാതിഹി, റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചതുപോലെ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോഴാ, റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുമ്പോഴാ, വസുന്നതിഹി, അത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് പറയുമ്പോഴാ, വസമാഇസ്മി, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോഴാ, വസീറതിഹി വമുആമലതി ആലിഹി വഅഹ്ലി ബൈതി, റസൂലുള്ളാഹിന്റെ തങ്ങന്മാരെ ബഹുമാനിക്കണം, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ ബഹുമാനിക്കണം. അവരേത് ഗ്രൂപ്പിലെന്ന് ചർച്ചയില്ല. അവരേത് ഗ്രൂപ്പിലാണെങ്കിലും തങ്ങന്മാരെന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളാണ്. നീ എന്റെ ചെറുപ്പക്കാരാ, നീ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും സയ്യിദുമാരെ മറുഭാഗം വെച്ചുകൊണ്ട് ചീത്ത പറയുന്ന ശൈലിയുണ്ടോ? സയ്യിദുമാരെ മറുഭാഗം വെച്ചുകൊണ്ട് തെറി വിളിക്കുന്ന ശൈലിയുണ്ടോ? അത് വേണ്ട മോനെ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഈമാന് വരെ തെറ്റിപ്പോകാൻ കാരണമാകും. റസൂലുള്ളാഹിന്റെ തങ്ങന്മാരെ ബഹുമാനിക്കലും അവരെ ആദരിക്കലും റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നത് പോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖാദിയാനി റളിയല്ലാഹു അൻഹു പറയുമ്പോ, അതേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നജീബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നു, വാജിബുൻ അലാ കുല്ലി മുഅ്മിനിൻ മുഅ്മിന മതാ കാന ദികും മതാ മുഖറഇന്നഹു, റസൂലുള്ളാഹിനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. അവിടുത്തെ കുടുംബത്തെയും ബഹുമാനിക്കൽ നിർബന്ധമാണ്. റസൂലുള്ളാഹിന്റെ പേര് ഒരാൾ പറയുമ്പോ, അത് റസൂലുള്ളാഹിന്റെ പേര് മറ്റൊരാളെ മുമ്പിൽ പറയപ്പെടുമ്പോ മുഅ്മിനായ എല്ലാ ആളുകളുടെ മേലും നിർബന്ധമാണ്. റസൂലുള്ളാഹിനോട് താഴ്മ ചെയ്യണേ, റസൂലുള്ളാഹിനെ ബഹുമാനിക്കണേ. റസൂലുള്ളാഹിന്റെ സദസ്സ് തുടങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ അച്ചടക്കത്തോടെ ഇരിക്കണേ. അതൊക്കെ റസൂലുള്ളാഹിനോടുള്ള ബഹുമാനമാണ്. വയഖുദു ഫീ ഹൈബതിഹി ويأخذ في هيبته وإجلاله بما كان يأخذ في نفسه ولو كان بين يديه. അത് റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം, സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരണം. അങ്ങനെ റസൂലുള്ളാഹിനോടുള്ള റസൂലുള്ളാഹിനെ ഹുബ്ബ് വെക്കണം. എല്ലാ മജ്‌ലിസുകളിൽ വരുമ്പോഴും ഔറത്ത് മറച്ചുകൊണ്ട്, നിന്റെ തല മറച്ചുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരായ ആളുകളും യുവാക്കളും സഹോദരന്മാരെല്ലാവരും അവരുടെ ഔറത്ത് മറച്ച് അവരുടെ തല മറച്ചുകൊണ്ട് ഹബീബുനാ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണോ ഇരിക്കുക, അപ്രകാരമാണ് സ്വലാത്തിന്റെ മജ്‌ലിസിലിരിക്കേണ്ടത്. അപ്രകാരമാണ് ബുർദയുടെ മജ്‌ലിസിലിരിക്കേണ്ടത്. അപ്രകാരമാണ് എല്ലാ ബുർദയുടെ മജ്‌ലിസുകളിലും ഇരിക്കേണ്ടത്.
അതുകൊണ്ട് റസൂലുള്ളാഹിന് ഒരുപാട് ഹുബ്ബ് വെക്കണം, അവിടുത്തേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലണം. അങ്ങനെ റസൂലുള്ളാഹിനെ ഖുദത്തിലും മനാമിലും കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഹബീബുനാ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ധനമെല്ലാം കൊണ്ടുവരാൻ, നിങ്ങളുടെ സമ്പത്തെല്ലാം ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സ്വഹാബാക്കൾ എല്ലാവരും നബി തങ്ങൾ പറഞ്ഞ കാരണത്താൽ ഒരു വീട്ടിൽ പോയി സമ്പത്തെടുക്കാൻ പോയി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരാഗ്രഹം, നബി തങ്ങൾ എന്ത് പറഞ്ഞാലും അതിലൊക്കെ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മുമ്പിലുണ്ടാവാറ്. അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി അവിടുത്തെ സമ്പത്തെല്ലാം കൊണ്ടുവന്നു, സ്വഹാബാക്കൾ എല്ലാവരും കൊണ്ടുവന്നു. അവസാനം അതാ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സമ്പത്ത് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇനി എന്താണ് വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇതിന്റെ നേരെ പകുതി എന്റെ വീട്ടിൽ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇനി എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞത്, അല്ലാഹുവും അവന്റെ ഹബീബുമല്ലാതെ എന്റെ വീട്ടിൽ ഞാനൊന്നും ബാക്കി വെച്ചിട്ടില്ല. അത്രമാത്രം സ്നേഹിച്ചിരുന്നു നബി തങ്ങൾ. എന്തൊരു കാര്യം പറഞ്ഞാലും